ഈ തിരി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന ശ്രീ അബ്ദുല്ല പടിഞ്ഞാറിൻ്റെ അനുസ്മരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പച്ചയായ നല്ലൊരു മനുഷ്യനായിരുന്നു, സ്നേഹിക്കാൻ വേണ്ടി മാത്രം അറിയുന്ന ഒരു മനുഷ്യൻ. സ്വാർത്ഥത എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഒരു സുഹൃത്തുക്കളോടും അദ്ദേഹം ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല. ഒരു സംഘടനയുടെയും ഭാരവാഹിയായിരുന്നില്ല അദ്ദേഹം. അപ്പോൾ എന്നിട്ടും അദ്ദേഹത്തെ അനുസ്മരിക്കാനുള്ള ഈ ചടങ്ങിൽ ഇത്രയും ആളുകൾ പങ്കെടുക്കുന്നു എന്നത് അതാണ് അബ്ദുല്ല പടിഞ്ഞാറ് എന്ന് വ്യക്തമാക്കുകയാണ്. ആ ഒരു മാന്യമായിട്ടുള്ള പെരുമാറ്റവും സൗഹൃദങ്ങളെ എപ്പോഴും കൂട്ടിയുറപ്പിക്കാനുള്ള ആ താല്പര്യവും ആ ത്വരയും ഒക്കെ കാലം ഒരിക്കലും മറക്കില്ല എന്ന കാര്യം ഒരു സത്യമാണ്. എനിക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഞാൻ പടിഞ്ഞാറിൻ്റെ കാര്യത്തിലുള്ള പോലെയാണുള്ളത്. കാരണം അദ്ദേഹമാണ് സ്നേഹം എന്ന് പഠിപ്പിച്ചത്. സ്നേഹത്തിന് സമുദ്രമായില്ല, അതിന് സൗഹൃദത്തിന് സമുദ്രമായില്ല. പടിഞ്ഞാറേക്കാൻ ഞാൻ വിളിക്കാം. അദ്ദേഹത്തിന് നന്മ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയ മൂല്യങ്ങൾ കൊണ്ട് അദ്ദേഹം സഹോദര രാജകുമാരൻ എന്നാണ് അദ്ദേഹം വായിച്ചത്. സഹോദര രാജകുമാരൻ. ഞാനിന്ന് ഈ വീട്ടിൽ പോയി എൻ്റെ പെങ്ങളാണ്, ഇതെൻ്റെ അനുജനാണ്, ഇതെൻ്റെ ഏട്ടനാണ്, ഇതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ആനന്ദമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിക്കുമ്പോൾ ഉണ്ടായത്. എനിക്ക് അദ്ദേഹത്തെ ഒരു ചെറിയ 4 വർഷം കൊണ്ടാണ് അദ്ദേഹത്തെ കിട്ടിയത്. പക്ഷേ 40 വർഷത്തിൻ്റെ ഒരു പരിചയം പോലെയാണ് പടിഞ്ഞാറച്ചയും ഞങ്ങളെല്ലാവരുമായിട്ടുണ്ടായിരുന്നു. അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കരുത്, മനസ്സിന്റെ വിശ്വാസത്തിൽ യോജിക്കുകയാണെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് അറിയണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഡോഗ്മാറ്റിസം. ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത് അതാണ്. ആ ചലനങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെ ആ മനുഷ്യന്റെ മനസ്സിൽ എവിടെ ഉണ്ടായിരുന്നെന്ന് അറിയാൻ വളരെ കാലങ്ങൾ കഴിഞ്ഞു വരുന്നതാണ്. ഞാൻ എഴുതിയ ചില പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിരുന്നു. അപ്പോഴെല്ലാം അതിൻ്റെ വിലയിൽ കൂടിയ ഒരു തുക അദ്ദേഹം ചുരുട്ടി എൻ്റെ കയ്യിൽ ഇങ്ങനെ തരും. എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു സുഹൃത്തായിരുന്നു. വെരി ഗുഡ് കോൺടാക്ട്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നഗരസഭാ അധ്യക്ഷൻ VM മുനീർ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ ദിവസവും അദ്ദേഹം എവിടെ പോയാലും, ആരുടെ കൂടെ നിന്നാലും, ഏതൊരു പരിപാടിക്ക് പോയിരുന്നാലും, അല്ലെങ്കിൽ കുടുംബത്തിലൊരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ലോകത്തെ അറിയിക്കാനുള്ള വല്ലാത്ത ആഗ്രഹം പടിഞ്ഞാറച്ചയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ആദ്യം ഒരു ലൈക്ക് അടിച്ചു, അങ്ങനെയാണ് പടിഞ്ഞാറച്ചയുമായുള്ള ബന്ധമുണ്ടാകുന്നത്. പക്ഷെ എന്നിട്ടും വളരെ അടുത്ത ബന്ധം, ഇപ്പോൾ സ്കാനിയ പറഞ്ഞ പോലെയുള്ള ബന്ധമോ അല്ലെങ്കിൽ സെലീമിനുള്ള ബന്ധമോ അങ്ങനെയുള്ള ഈ കൂട്ടത്തിലുള്ള പലരുമായിട്ടുള്ള ആ അടുപ്പം തീർച്ചയായും പടിഞ്ഞാറച്ചയുമായി ഇല്ലായിരുന്നു. പക്ഷെ പടിഞ്ഞാറത്തെ വളരെ ദൂരെ നിന്ന് ഞങ്ങളെയൊക്കെ നോക്കിക്കണ്ടിരുന്നു എന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളിലും അഭിപ്രായങ്ങളിലും വ്യക്തിപരമായി കാണുമ്പോൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയുള്ള ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് വല്ലാത്തതാണ്, അത് നികത്താനാവാത്തതാണ്. സാധാരണ നമ്മൾ കുറേ റെഡിമെയ്ഡ് വാക്കുകൾ ഈ അനുസ്മരണ സമ്മേളനത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷെ പടിഞ്ഞാറത്തെ തീർച്ചയായും ഒരു സത്യസന്ധമായ രീതിയിൽ പറയുകയാണെങ്കിൽ പടിഞ്ഞാറച്ചയുടെ വേർപാട് അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നികത്താൻ പറ്റാത്തൊരു വേർപാട് തന്നെയാണ് പടിഞ്ഞാറച്ചയുടേത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് തീർച്ചയായും പിതാവിൻ്റെ വേർപാട് അത് ക്ഷമിക്കുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഇനിയുള്ള കാലങ്ങളിൽ പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമയുണ്ടാകട്ടെ, അതിന് സർവശക്തൻ എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം നിത്യശാന്തിയോടുകൂടി ഈ നാട്ടിലെ നന്മകൾ വിതറിയ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടുമൊക്കെ സമൂഹത്തോടുമൊക്കെ നന്മകൾ വിതറിയ പടിഞ്ഞാറച്ചയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തുടർന്നുള്ള പരലോക ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കാസർഗോഡിൻ്റെ MLA എന്നെ നിൽക്കുന്നവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അബ്ദുല്ല പടിഞ്ഞാറുമായിട്ടുള്ള എനിക്കുള്ള ബന്ധമെന്ന് പറയുന്നത് മുസ്ലിം ഹൈസ്കൂളിൽ 5ാം ക്ലാസ് തൊട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി ക്ലാസ് വരെ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ബന്ധം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്ന് തൊട്ടേ ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തിബന്ധം സൂക്ഷിക്കുന്നതിലും. വ്യക്തിബന്ധം സൂക്ഷിക്കണമെങ്കിൽ ആദ്യം വ്യക്തിബന്ധം ഉണ്ടാക്കണം, ഉണ്ടാക്കിയ ബന്ധങ്ങളെ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം ഉണ്ടാക്കുന്ന കാര്യത്തിലും
ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിലും അന്യത സാധാരണമായ ഒരു കഴിവ് അബ്ദുല്ല പടിഞ്ഞാറിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞ നിങ്ങളോട് ആ കഴിവുകളെക്കുറിച്ച് ഞാൻ പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ആ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥമായി നമുക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും പരിശോധന നടത്തേണ്ട ഒരു സമയമാണ് ഇത്. അപ്പോൾ നമുക്ക് അങ്ങനെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് എങ്കിലും ആ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങളിലൊന്നും നമുക്ക് ഇടപെടാൻ സാധിക്കാറില്ല. നമ്മൾ ചിലപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം നമുക്കുണ്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അബ്ദുല്ല പടിഞ്ഞാറിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും സ്വന്തം വേദനകളും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അത് മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ദുരിതങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നല്ല മനുഷ്യനായിരുന്നു അബ്ദുല്ല പടിഞ്ഞാറ് എന്ന കാര്യത്തിൽ തീർച്ചയായും മറ്റൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ വേണ്ടി നമുക്ക് പദവികളോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സഹായം നമുക്ക് ചെയ്യാനുള്ളത് നല്ല വാക്കാണ്. അതിന് വലിയൊരു സാമ്പത്തിക ചിലവൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒന്നിച്ച് പഠിച്ച ആളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് കളിച്ച ആളായിരിക്കും. അവരെയൊക്കെ കണ്ടുമുട്ടുമ്പോൾ നല്ല രീതിയിൽ വളരെ സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറാൻ വലിയൊരു ചിലവൊന്നുമുള്ള കാര്യമല്ല. അതാണ് അബ്ദുല്ല പടിഞ്ഞാറിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം. ഏറ്റവും പ്രധാനം എനിക്ക് തോന്നിയ പ്രവർത്തനം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നന്നായി ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. അതിന് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നല്ല ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ ഐക്യവേദ ഒരു കൂട്ടായ്മ ഉണ്ടാക്കും, ഒരു കൂടിച്ചേരലുണ്ടാകും. ആ കൂടിച്ചേരലിൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും വ്യക്തികളെ നിന്ദിച്ചുകൊണ്ട് ഗീർത്തിക്കൊണ്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും വ്യക്തി പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടമില്ല, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. ഗീർത്തിക്കൊണ്ട് ഭരിച്ചത് കൊണ്ട് പറയുന്നതല്ല, ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിൽ ഉള്ളത് പറഞ്ഞാലൊരു പ്രശ്നമല്ല. ഗീർത്തിക്കാട്ടി സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോഴും ഒരു നല്ല മനുഷ്യസ്നേഹി എന്ന നിലയിൽ കാണാൻ കഴിഞ്ഞ പടിഞ്ഞാറേക്കാണ് ഞാൻ വിളിക്കാൻ. അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഉയർത്തി മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയ മൂല്യങ്ങൾ കൊണ്ട് അദ്ദേഹം സൗഹൃദത്തിലേക്ക് സൗഹൃദങ്ങളുടെ രാജകുമാരൻ എന്നാണ് അടിയോ വായിച്ചത്. സൗഹൃദ രാജകുമാരൻ കൊണ്ട് അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാൻ, അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ നമ്മളൊക്കെ ഒത്തുകൂടിയിരിക്കുന്നു തീർച്ചയായിട്ടും. അതുപോലെ അബ്ദുല്ല പടിഞ്ഞാറിനെ പോലെ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന മനുഷ്യനായി മാറാൻ, ലേബരൊട്ടിക്കാത്ത മനുഷ്യനായി മാറാൻ നമുക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുകയാണ്. അബ്ദുല്ല പടിഞ്ഞാറിൻ്റെ ജീവിതകഥകൾ നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനുണ്ട്. സാമൂഹ്യ ജീവിതത്തിനിടയിൽ കണ്ടു പരിചയപ്പെട്ട പോലെ വ്യക്തികളെ സഹായിക്കാൻ ആ മനുഷ്യൻ എങ്ങനെ ചെയ്യാതായി എന്നതാണ്. ഒരു കാലഘട്ടത്തിൽ വളരെ ആർഭാടമായി ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ശരീരഭാഷ മുഴുവനും ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നവരും പുതുമയുള്ള വസ്ത്രങ്ങളും പുതുമകളിലും കണ്ണാടികളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ജീവിതം ഇങ്ങനെ കഴിഞ്ഞു കിടക്കുക. എവിടെയാണ് കാലി പിഴച്ചത് എന്ന് നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നത് ഇതിന് വളരെ നിസ്സാരമായ ഉത്തരമേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേ പോവുകയാണ്. ആ സമയത്ത് നമുക്കിങ്ങനെ തരുന്നു, കുറെ കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചെടുത്തുള്ളൂ. പക്ഷെ ഇവിടെ കാലി ഇടറാൻ പാടില്ല. അവിടെയാണ് മനുഷ്യൻ്റെ വ്യക്തിത്വം നിൽക്കുന്നതെന്നാണ്. അതെങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവ് തന്നെ ഈ രണ്ടും രാത്രിയും പകലും എന്ന് നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്.
നിരന്തരമായ രാത്രിയില്ല, നിരന്തരമായ പകലുമില്ല, ഇത് മാറിക്കൊണ്ടേയിരിക്കും. ജീവിതം അതാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചത്. വളരെ വിശാലമായ അർത്ഥത്തിൽ ഈ ബുദ്ധിയുടെ അങ്ങേയറ്റത്തുള്ള പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് പറയാറുണ്ട്, അത് അങ്ങനെ തന്നെയാണ്. എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കരുത് എന്ന് പറഞ്ഞത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കരുത്. മനസ്സിന്റെ വിശ്വാസത്തിൽ യോജിക്കുകയാണെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് അറിയണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഡോഗ്മാറ്റിസം. ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത് അതാണ്. ആ ചലനങ്ങൾക്ക് അപ്പൊ ഇതൊക്കെ ആ മനുഷ്യന്റെ മനസ്സിൽ എവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വളരെ കാലങ്ങൾ കഴിഞ്ഞു വരുന്നതാണ്. AS സാഹിബിന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത് നിരന്തരമായിട്ട് പല ആവശ്യങ്ങളും, പക്ഷെ ഒരിക്കൽ പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്നെ സമീപിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാവരും പറയുന്ന കഥകൾ തന്നെ. അദ്ദേഹത്തിൻ്റെതായ ആവശ്യത്തിന് വേണ്ടി ആരെയും സമീപിച്ചിട്ടില്ല. മറ്റു പലരെയും ഇത് ചെയ്തപ്പോൾ സഹായിക്കാനായി പല കാലങ്ങളിലൂടെ ഇത് ജീവിച്ചിരിക്കുന്ന പലരും അവരുടെ ജീവിതത്തിന്റെ അർത്ഥമുണ്ടാക്കി കൊടുത്തത് അദ്ദേഹമാണെന്ന് പറയുന്നവരുണ്ട്. ഈ പെട്ടെന്നുള്ള ഒരു വേർപാടെ ഉണ്ടാക്കിയ ആ ഒരു ഗ്യാപ്പ് അതിലൂടെ നോക്കിക്കൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. എന്തുകൊണ്ട് ഞങ്ങളിവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഇതിനുള്ള കാരണം അത് തന്നെ. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, മഴയാണ്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ അദ്ദേഹത്തിൻ്റെ ക്ഷണത്തിന് സ്വീകരണവും പിന്നെ ഇദ്ദേഹത്തിനുള്ള കടപ്പാടും അത് രണ്ടും കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വലിയ മനസ്സുകളുടെ ഉടമയായ വേർപിരിഞ്ഞ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമുക്കൊക്കെ ചെയ്യാനുള്ളത്. അദ്ദേഹത്തിന് കബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ എന്നവരോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് നമ്മളെ ഒന്നിച്ച് ജനാധിപത്യത്തെ ഒന്നിച്ച് കൂടാനുള്ള അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ കുറ്റങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി സൗഹൃദം നല്ലൊരു മനുഷ്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അത് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നത് അബ്ദുല്ല പടിഞ്ഞാറിനെ നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. അദ്ദേഹത്തെ അനുഭവിച്ചതൊക്കെയും അബുദാബി ദേശമായിരുന്നു. അബുദാബി കവർന്നെടുത്ത അല്ലെങ്കിൽ കറന്നെടുത്ത ഒരു സാമൂഹിക പ്രവർത്തകനെയാണ് പിന്നീട് നമുക്ക്. അബുദാബി ആയിരുന്നു അബ്ദുല്ലച്ചിയുടെ ഏറ്റവും പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഉത്തരദേശത്തിൽ അഹമ്മദ് മാഷിൻ്റെ വിരലിൽ പിടിച്ച് കയറിയ കാലം മുതൽ അബ്ദുല്ലച്ചിയെ അറിയുമായിരുന്നു. അത് എൻ്റെ നാട്ടുകാരൻ എന്ന നിലയിലല്ല, ഗൾഫിൽ നിന്ന് വരുന്ന സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ വാർത്തകളുടെ കൂട്ടത്തിൽ അബ്ദുല്ലച്ച അയക്കുന്ന ഒരുപാട് വാർത്തകൾക്കിടയിൽ കാണുന്ന ഫോട്ടോസ് ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും ആകർഷിച്ചത് ആ ഫോട്ടോകളായിരുന്നു. കാരണം നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന് ഒരുപാട് അപ്പുറം ആ കാലഘട്ടത്തിലെ പ്രമുഖ നേതാക്കളുമായിട്ട്, പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കളുമായിട്ട് അബ്ദുല്ലച്ചനുണ്ടായിരുന്ന ഒരു ബന്ധം, ആ ബന്ധത്തിൻ്റെ ഏറ്റവും മുന്തിയ അടയാളങ്ങളായിരുന്നു ആ ഫോട്ടോസ് നിറയെ. ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർജിക്കുന്ന സിംഹമായിരുന്ന, പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ശബ്ദമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അബുദാബിയിൽ ചെല്ലുമ്പോഴൊക്കെ, ഗൾഫിൽ ചെല്ലുമ്പോഴൊക്കെ ഏറ്റവും അടുത്ത കസേരയിൽ അധ്യക്ഷൻ്റെയോ അല്ലെങ്കിൽ സ്വാഗത പ്രസംഗിൻ്റെയോ സ്ഥാനത്ത് അബ്ദുല്ലച്ചായിരുന്നു. അതുപോലെ ഒരുപാട് പ്രമുഖ നേതാക്കളുടെ ചടങ്ങുകളിലെ മുൻനിരയിൽ തന്നെ അബ്ദുല്ലച്ചിയുടെ ഫോട്ടോ കണ്ടിരുന്നു. അന്നത്തെ അബ്ദുല്ലച്ചിയിൽ നിന്ന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അബുദാബി പരമാവധി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ അനുഭവിച്ച് അറിഞ്ഞതിന് ശേഷം നമുക്ക് മുന്നിലേക്ക് തള്ളിയിടുകയായിരുന്നു. അബ്ദുല്ലച്ച ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം, ആ പ്രസൻസ്, അപ്പിയറൻസ് അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മധുരമായിട്ടുള്ള പ്രഭാഷണം, ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ സംഘടന മികവ്, ഏത് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അബുദാബിയിൽ
ആദ്യ കാലഘട്ടത്തിൽ KMCC-യിലുണ്ടായിരുന്നു, പിന്നീട് IMCC-യിലുണ്ടായിരുന്നു, അബുദാബി തലങ്കര മുസ്ലിം ജമാഅത്തിലുണ്ടായിരുന്നു. ഒരുപാട് സംഘടനകളുടെ നേതൃ നിലയിൽ അദ്ദേഹം ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു പ്രവർത്തന മികവ് അത് അബുദാബി പരമാവധി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നീടാണ് നമുക്ക് അദ്ദേഹത്തെ കിട്ടുന്നത്. അബ്ദുൽ ഷീദ് മരണശേഷം കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തെക്കുറിച്ചാണ്. സൗഹൃദത്തിൻ്റെ രാജകുമാരെന്ന് നമ്മൾ വിളിക്കുന്നു. ശരിയാണത്. എനിക്ക് വിളിക്കാൻ ആഗ്രഹം സൗഹൃദത്തിൻ്റെ ഒരു തേനീച്ചക്കൂടായിരുന്നു അദ്ദേഹം എന്നാണ്. ആ തേനീച്ചക്കൂടിലേക്ക് നിരന്തരം മൂളിപ്പാട്ട് പാടാൻ ഞാൻ അടക്കമുള്ളവർ എത്തിയിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം. അത്രമാത്രം ആളുകളെ ആകർഷിക്കാൻ മാത്രമുള്ള ഒരു കഴിവ്, ഒരു സംസാര രീതി, മാന്യമായ പെരുമാറ്റ രീതി ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏതായാലും അബ്ദുൽ ഷാ എന്ന ഒരു വ്യക്തിയുടെ ആ ഒരു മാന്യമായിട്ടുള്ള പെരുമാറ്റവും സൗഹൃദങ്ങളെ എപ്പോഴും കൂട്ടിയുറപ്പിക്കാനുള്ള ആ താല്പര്യം, ആ ത്വരയുമൊക്കെ കാലം ഒരിക്കലും മറക്കില്ല എന്ന കാര്യം ഒരു സത്യമാണ്. അബ്ദുൽ ഷാ നമ്മുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും അദ്ദേഹം വിടവാങ്ങുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് ഇടയിൽ എപ്പോഴും ജീവിച്ചു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഹ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്ഹിന്ദ്. പടിഞ്ഞാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹുമാനായ മുനീർ സാഹിബിന് അറിയാം, ഒരു പ്രത്യേക ജനക്കൂട്ടം താമസിക്കുന്ന ഒരു പ്രദേശം. കൂടുതലും പടിഞ്ഞാറുകാർ സ്വാർത്ഥ നിലയിൽ അവർ മാത്രമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. കാരണം എനിക്ക് റെയിലിൻ്റെ പാളം വന്നത് കൊണ്ട് ഒരു സെപ്പറേറ്റായ സമയം, ചെറിയ കാലഘട്ടത്തിൽ, അന്ന് റോഡൊന്നുമില്ലാത്ത സമയത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ആൾക്കാർ അത്ര നല്ല സ്നേഹത്തോട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു രാധ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മാനെ പോലും പഠിപ്പിച്ചൊരു ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ നിൽക്കുന്ന സമയത്താണ് ടീച്ചർ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത്, പെൻഷനായിട്ട്. അപ്പോൾ ആ ഒരു വേദിയിൽ ആ നാട്ടിൽ ടീച്ചറിൻ്റെ ഒരു സ്വീകരണ യോഗത്തിൽ സംസാരിക്കാൻ ആരുമില്ല. ചെറിയ അബ്ദുല്ല ഏകദേശം ഒരു 4ഓ 5ഓ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഈ ടീച്ചറിനെ പറ്റി സംസാരിക്കാൻ കഴിവുള്ള ഒറ്റൊരു വ്യക്തിയായിരുന്നു പഠിച്ചാൽ അബ്ദുല്ല സാഹിബ്. പിന്നീട് അദ്ദേഹം ഗൾഫ് അബുദാബിയിൽ പോയപ്പോൾ അവിടെ ഏറ്റവും നല്ല ഒരു സംഘാടകനായിട്ട് മാറുകയുണ്ടായി. കാരണം തളങ്കര ഈ ജമാഅത്ത് കമ്മിറ്റിൻ്റെ പ്രസിഡന്റ് സ്ഥാനം, അതുപോലെ തന്നെ ഇത് കാസർഗോഡ് ജില്ലാ KMCC-യുടെ അദ്ദേഹത്തിന് ഇത് സംസ്ഥാന കമ്മിറ്റിൻ്റെ ഭാരവാഹിത്വം പോലും നിർവഹിക്കാൻ പറ്റുന്ന അത്ര കഴിവുള്ള വ്യക്തിയായിട്ട് പോലും അദ്ദേഹം ഞങ്ങളുടെ ജില്ല കാര്യത്തിൽ കണ്ടാണ് അന്ന് മുന്നോട്ട് പോയിരുന്നത്. കാരണം എന്തെങ്കിലും നമ്മൾ നാട്ടിന് വേണ്ടി സഹായിക്കണം, നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അത് വെറും ജില്ലൻ്റെ അകത്ത് ഒതുക്കി കൂടിയിട്ട് പോലും അബ്ദുല്ല സാഹിബ് എന്ന അബുദാബിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരുള്ള പെരുമാറ്റം, നേരത്തെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞില്ലേ, ഇവിടെ കാണുമ്പോൾ നിന്നുള്ള ഈ അവസ്ഥയിലുള്ള ഡ്രസ്സായിരുന്നില്ല അബ്ദുല്ല സാഹിബ് അന്ന് ധരിച്ചിരുന്നത്. മിക്കവാറും അദ്ദേഹം കോട്ടും സൂട്ടും ഇട്ടിട്ടാണ് ഏത് നേതാക്കന്മാർ വന്നാലും അദ്ദേഹം എയർപോർട്ടിലൊക്കെ സ്വീകരിക്കാൻ പോകാറ്. അത്ര ഡ്രസ്സിനെ അത്ര കണ്ട് ആ നിലയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അത്ര നല്ല ഡ്രസ്സായിരിക്കണം എല്ലാം. പിന്നെ കാലഘട്ടം മാറി ഇവിടെ നാട്ടിൽ വന്നപ്പോൾ അബ്ദുല്ലാഹിനെ പറ്റിയിട്ട് ഒരു വിവരങ്ങളില്ല. അത്ര സുഹൃത്തുക്കൾക്ക് പോലും അദ്ദേഹം ഫോണായിട്ടോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സ്വാർത്ഥ വേദിയൊക്കെ ഉണ്ടായതും ഈ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഇത് ലേഖനങ്ങളും പഴയ കഥകളൊക്കെ ഇത് എഴുതുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഒരുപാട് ഞാനിത് ഷോർട്ടായിട്ട് പറയുകയാണ്, ഇങ്ങനെ തുറന്നിങ്ങനെ പറയുമ്പോൾ ഒരുപാട് സംസാരിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇത് ഓരോരോ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതം മറന്നുപോയ വ്യക്തിയാണ്. കാരണം മറ്റുള്ളവരെ നല്ല നിലയിൽ കാണാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫാമിലി ജീവിതം വളരെയധികം പരാജയപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം ആരോടും പറയാറില്ല. അപ്പോൾ ഞാൻ നാട്ടുകാർ മൊത്തം സുഹൃത്ത് ബ്രദർ പോലെയുള്ള ആൾക്കാരെ കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്,
അപ്പോൾ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിവരിക്കും, വ്യക്തമായിട്ടൊന്നും പറയില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഒരു സുഹൃത്തുക്കളോടും അദ്ദേഹം ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല. ചില സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ഇത്തരം വ്യക്തി എന്നിട്ടും അദ്ദേഹം ഇത്ര നല്ല പദവിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി നാട്ടിൽ വന്നപ്പോൾ ഒരു പദവിയില്ലാതെ അദ്ദേഹം നിങ്ങളുടെ ഇടയിലൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുക എന്നത് അദ്ദേഹം ചെയ്ത ആ സേവനം മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അള്ളാഹ് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ധന്യമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷൻ അഡ്വക്കേറ്റ് മുനീർ സാഹിബ്, വേദിയിലും സന്ദർശിച്ചത് വാക്കുകൾ വരുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ പടിഞ്ഞാറച്ചവും തന്നെ പോലെ ജീവിച്ചത് 5 മാസമാണ്. അപ്പൊ ഈ ഫോട്ടോ എൻ്റെ കയ്യിലെ ഫോട്ടോ ആണ് ഈ പ്രദർശിപ്പിൽ കാണുന്നത്. അപ്പൊ ഈ ഫോട്ടോ എനിക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഞാൻ പടിഞ്ഞാറച്ചൻ്റെ അടുത്തുള്ള പോലെയാണ് തോന്നുന്നത്. കാരണം അദ്ദേഹമാണ് സ്നേഹം എന്ന് പഠിപ്പിച്ചത്. ഇപ്പൊ സ്നേഹത്തിന്റെ സമുദ്രമാണ്, അതിന് സൗഹൃദത്തിന്റെ ഒരു സമുദ്രമാണ്. ഇപ്പൊ ചില ആൾക്കാരുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ അറിയാത്തവരാണെങ്കിലും ചില ആൾക്കാർ പറയും അയാളുടെ കാര്യങ്ങള് പിന്നെ ഗമ്യോട് സംസാരിക്കും, ചില സമയങ്ങളിൽ വെറുപ്പ് സംസാരിക്കും, അതൊക്കെ ഉണ്ടാവുകയോ. പക്ഷെ അയാളെ കൂടെ അടുത്ത് കഴിഞ്ഞാൽ അയാളെ കൂടെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഞാൻ ഏകദേശം ഒരു 3-4 വർഷത്തിന് മേലെ ഞാൻ അയാളുടെ ഫ്രണ്ട്ഷിപ്പ്. അദ്ദേഹം അബുദാബിയിൽ KMCC-യിലുള്ള സമയം, ഞാൻ KMCC-യിലുള്ള സമയങ്ങളിൽ അബുദാബിയിൽ അയാൾ കൺസൽ ഫോം രൂപീകരിച്ച് ആ സമയത്ത് അയാളുടെ ഒരു ഹീറോ ആണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അയാൾ ഫാനാണ് കുറേ ആൾക്കാർ. അതിപ്പോൾ മൊബൈൽ സംവിധാനമുള്ള സമയങ്ങളിൽ പേജർ മാത്രമാണ്. അപ്പോൾ അയാളെ കാണാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറച്ചേനെ അബുദാബിയിൽ സുഡാരി സെന്ററിലാണ്. സുഡാരി സെന്ററിലെ കൾച്ചർ ഫോമിൻ്റെ ഒരു യോഗത്തിൽ ഏകദേശം രാത്രി ഒരു 5000 പേര് കൂടിയ സദസ്സിൽ ഈ പടിഞ്ഞാറ് സെന്ററിലാണ് അവരുടെ ഏറ്റവും വലിയ ഫത്ത പറഞ്ഞതുപോലെ അയാൾ പോയി കോട്ട്, ഈ പുതിയ കോട്ടൊന്നുമല്ല. അന്ന് അബുദാബിയിലെ പല പ്രോഗ്രാമുകൾ ഉപയോഗിച്ച കോട്ടുകളാണ് ഇന്നും അയാളുടെ കയ്യിലുള്ളത്. ഏകദേശം കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഏകദേശം 85 പാൻറ്റും ഒരു 65 ഷർട്ടും ഒരു 3 കോട്ടും 2 അയാളുടെ ആൽബമാണ് അയാളുടെ കയ്യിലുള്ളത്. അയാൾ ബാലൻസ് ചേർത്തേ വേറെ ഒന്നുമില്ല, സമ്പാദ്യമില്ല, ഒന്നുമില്ല അയാളുടെ കയ്യിൽ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ സമ്പാദ്യമുണ്ട്, അയാളുടെ കയ്യിൽ ഒന്നുമില്ല. അയാൾ മരിക്കുന്നതിന് ഒരു 4 മാസം മുമ്പ് പിന്നെ കാരവാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു കാലിലെ നീരായ സമയത്ത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ബുദ്ധിമുട്ടാണ്, ഇനി മുമ്പോട്ട് എന്തുള്ളത് ഡോക്ടറെ നല്ലൊരു കാസ്ട്രോളജി കണ്ടിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ 1.5 മാസം കാലം ഹോസ്പിറ്റലിൽ കാരവാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഏകദേശം ഇഞ്ചക്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയതിനു ശേഷം പിന്നെ അയാൾക്കുള്ളത് അതിനുശേഷം ഒരു 3 മാസക്കാലം അയാൾക്ക് പഴയ ആരോഗ്യമില്ല. പിന്നെ വീണ്ടും കുറഞ്ഞോണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഓരോ ദിവസങ്ങളും ഞാൻ വിളിച്ച് സംസാരിക്കും. കാരണം പടിഞ്ഞാറച്ചനെ പറ്റി. കാരണം ഒരു ചെറിയൊരു ഒറ്റപ്പെട്ട ജീവിതം അയാൾക്ക് ഉണ്ടായില്ല. അത് ഫാമിലിപരമായി ഏതായാലും അത് വേറൊരു കാര്യമാണ്. പക്ഷെ അയാൾ എല്ലാ ദിവസവും രാത്രി വിളിച്ച് കഴിഞ്ഞാലുള്ള ഒരു ചോദ്യമാണ്, ഞാൻ എന്തും സംഭവിച്ചാലും മരണത്തെ എനിക്ക് പേടിയില്ല. ഞാൻ എല്ലാ ജീവിതത്തിൽ ആസ്വദിച്ച് കഴിഞ്ഞു. ജീവിതത്തിൽ ഇനി ആസ്വദിക്കാൻ എനിക്കൊന്നുമില്ല. പക്ഷെ എന്നെ നരകിച്ചു പോകരുത്. ഞാൻ മരിച്ചു പോയാൽ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ആ ഒരു രീതിയാണ് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ പഠിച്ച തമ്പുരാൻ അതേമാതിരി അയാൾ ചെയ്തു. അയാൾ നരകിച്ചിട്ടില്ല. അയാൾ മരണസമയത്ത് 15 മിനിറ്റ് മുമ്പ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കാൻ രാവിലെ ഷോപ്പിലായതുകൊണ്ട് ഖാദർ സാഹിബിനെ വിളിച്ചു, പ്രഭനെ വിളിച്ചു, എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി. ആ സമയത്തേക്ക് അയാൾ നമ്മളെ വീട്ടിൽ തിരിഞ്ഞിരുന്നു. അപ്പം അയാളെ പറ്റി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് അതിനേക്കാൾ ഒരുപാട് സംസാരിക്കുന്നത് ഈ വേദിയിൽ പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. കാരണം ഈ സമയമില്ല. അയാൾ രാഷ്ട്രീയക്കാരനായിരുന്നു എങ്കിലും ഇപ്പം രാഷ്ട്രീയമില്ല. പല വേദികളും പിന്നെ എഗ്രിമെന്റ് ഞാൻ പങ്കെടുത്തിരുന്നു. ആ സമയങ്ങളിലും പിന്നെ രാഷ്ട്രീയ എതിരാളികളെ വാക്കുകൊണ്ട് എഴുതി പഠിപ്പിക്കാനും ഒന്നിച്ചു കൂട്ടിയാൽ അയാൾ സൗഹൃദത്തിൻ്റെ ഒരു മരമാണ്. അയാൾക്ക് ജാതിയില്ല, മതവുമില്ല, എല്ലാവരും ഒരുപോലെ. എനിക്ക് വേണ്ട സ്നേഹമാണ്, വേറൊന്നുമില്ല. ഞങ്ങൾ ഏകദേശം 3 വർഷം മുമ്പ് ഇയാൾക്ക് സുഖമില്ല സമയത്ത് അയാൾ വീട്ടിലേക്ക് ഗോപ്പ അബ്ദുൽ അസീസ് ഞങ്ങൾ 4 പേര്
വീട്ടിലേക്ക് പോയി. അപ്പോൾ അയാൾ പറഞ്ഞ എനിക്ക് സുഖം ഉണ്ട് എങ്കിലും പക്ഷെ വലിയൊരു മാറ്റമില്ല. അപ്പം അയാൾ പറഞ്ഞ എനിക്ക് വേണ്ടത് നിങ്ങളെ രോഗമല്ല, ഫ്രണ്ടോതെറാപ്പി. ഈ ഫ്രണ്ടോതെറാപ്പി എന്ന രീതിയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അത് അയാൾ സത്യമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം എല്ലാവരും അയാൾ വീട്ടിൽ പോയി സന്ദർശിക്കലും ഞങ്ങൾ ഇരിക്കലും സന്തോഷമാകുമ്പോൾ അയാളുടെ രോഗം 1 വർഷത്തേക്ക് ആ ഒരു മാറ്റം മാറി. അപ്പോൾ അയാൾ ഫേസ്ബുക്കിൽ ഇരിക്കാണ് ഫ്രണ്ടോതെറാപ്പി എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒരു മരുന്നാണ്. മനുഷ്യന് ഏറ്റവും കൂടുതൽ മനസ്സ് കൂട്ടി കൊടുക്കുന്ന ഒരു മരുന്നായിരുന്നു. അതിനുശേഷം അയാൾ പല മേഖലയിൽ ഇൻഷുറൻസ് മേഖലയിൽ പല ആൾ ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, പല പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ഏതിലാണെങ്കിലും എപ്പോൾ വിളിച്ച് ഞാൻ പഠിക്കാൻ വരും. പക്ഷെ അയാൾക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് പല ഫൈറ്റുകൾ നടക്കുന്നുണ്ടെങ്കിലും മനസ്സിനകത്തൊന്നും ഇല്ലാത്തൊരു കടിയായിരുന്നു. നമ്മൾ കൂടുതൽ പറയുന്നില്ല. സൗഹൃദ ഐക്യവേദി എന്നൊരു സംഘടനയാണ് രൂപീകരിച്ചത് പടിഞ്ഞാറ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ്. ഈ സൗഹൃദ ഐക്യവേദി എന്നൊരു സംഘടനയല്ല, ഒരു കൂട്ടായ്മയാണ്. ഒരു 20 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ നമുക്ക് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എവിടെ കൂടി ഒന്നിച്ചിരിക്കാം. പഴയ കാലങ്ങൾ നമ്മൾ വീടിനെ മുറ്റത്തായിരുന്നു, ഇപ്പോഴതല്ല. ഇതെല്ലാവരും മൊബൈലിൽ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നായി. പക്ഷെ ആ ലക്ഷ്യം മാറ്റിയിട്ട് നമുക്ക് എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് ഭക്ഷണം കഴിക്കുക, ചിരിക്കുക, സന്തോഷിക്കുക. എപ്പോൾ എന്ന് വെച്ചാൽ 50 എപ്പോൾ ആൾക്കാരെ നമ്മൾ 50 ഏജിൻ്റെ എപ്പോൾ ആണ് കൂടുതലുള്ളത്. നമ്മൾ എൻ്റെ വീട്ടിൽ 2-3 പേര് താഴെയാണെങ്കിലും ബാക്കിയുള്ളവരുടെ ഏകദേശം 60, 65, 70 75 മാഷാഅല്ലാഹ്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരുടെ കമ്പനികളും ഇവർക്കൊരു ഒരു സന്തോഷം നൽകുന്ന ഒരു പരിപാടി നമുക്കുണ്ടായിരുന്നത്. ഒന്നിച്ചിരിക്കല്, ചായ കുടിക്കല്, പിരിയൽ. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. പക്ഷെ അത് FB-നകത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ വലിയൊരു സംഘടനയായിട്ട് മാറിയത്. ഞങ്ങളെല്ലാവരും ഐക്യം ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് അയാൾക്കാണെങ്കിൽ ഒരു മനസ്സ് സമാധാനം ഇവിടെ പോകുന്നുണ്ട്. ആ ഒരു ഇത് കിട്ടിയത് നമ്മൾ സൗദയിലായിരുന്നു. സൗദയിലേക്ക് നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിൽ ഒരു അംഗമാണ് നഷ്ടപ്പെട്ടത്. ഞങ്ങൾ ആ മരിച്ചതിൻ്റെ 3 ദിവസം അന്ന് തന്നെ അനുശോചനം നടത്തിയിരുന്നു. പക്ഷെ ഒരു കുടുംബത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുസ്മരണം നടത്തുന്നത് എങ്ങനെയാണ്? എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടൻ മരിച്ചു കഴിഞ്ഞാൽ അനുസ്മരണം നടത്താൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വേദനയാണ്, ഇന്നും മാറുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ 1:15 നായ്മാർക്കൊരു പന്തലുകാരനെ വിളിച്ചിട്ട് 5 മിനിറ്റ് ഇപ്പോൾ മരിച്ചു, അറ്റാക്ക് ആയിട്ട്. എന്നെ കൂടെ അരമണിക്കൂറിൻ്റെ സംഭവം മരിച്ചു കഴിഞ്ഞു, എനിക്ക് അറിയാൻ പോയി കാണും. അപ്പോൾ അതാണ് ഒരു മരണത്തിലില്ല, മരണം എപ്പോഴും സംഭവിക്കില്ല. അതുകൊണ്ട് മരിക്കാത്തവർ നമ്മളോട് ആരും ഉണ്ടാവില്ല. എങ്കിലും ഇതുപോലുള്ള മനുഷ്യന്മാർ നഷ്ടപ്പെടുന്ന ഒരുപാട് വേദനയ്ക്കുന്നു നമുക്ക്. അതുകൊണ്ട് ചുരുക്കി പറയാം, നമ്മൾ സൗഹൃദ ഐക്യവേദി എന്ന കൂട്ടായ്മ തീർച്ചയായും ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. എല്ലാ വർഷങ്ങളും പടിഞ്ഞാറേശന്റെ പേരിൽ ഒരു നല്ലൊരു ചടങ്ങ് നടത്തി, അതിൽ ഒരു അവാർഡ് ചടങ്ങ് നടത്തി എല്ലാ വർഷങ്ങളും അയാളെ മറക്കാതെ ഓർമ്മയാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ തീരുമാനം ആക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ എല്ലാവരും ചർച്ച ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തടങ്കര അതിൻ്റെ മുമ്പന്തിയിലുണ്ടാവും. ബന്ധപ്പെട്ടുണ്ട്. അയാൾ ഏറ്റവും കൂടുതൽ അടുപ്പവും സ്നേഹമുള്ള ഏറ്റവും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് തടങ്കര. അയാൾ വന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞങ്ങളെ സംഘടനയിൽ ഞങ്ങളെ വീട്ടിലെല്ലാവരും ആലോചിച്ച ശേഷം ഓരോ വർഷവും സൗഹൃദ ഐക്യവേദി ഒരു അവാർഡ് നടത്തും. പാവങ്ങൾക്ക് ഇത് സൈനിക എല്ലാ വർഷങ്ങളും നടത്താനുള്ള ഒരു തീരുമാനം ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവർക്കും. തീർച്ചയായും ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലപ്പെടട്ടെ. അയാളെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലാഹു മാപ്പ് നൽകി അയാൾ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അസ്സലാമു അലൈക്കും. അബ്ദുൽബച്ചയുടെ അനുസ്മരണ ചടങ്ങിൽ ഞാൻ പ്രസംഗിക്കാനൊന്നുമില്ല. എന്നാലും ഈ സഭയിലൊരു അംഗമായ അത്രയും നന്ന് എനിക്ക് എന്നോട് നീതി പുലർത്താൻ സാധിക്കുമല്ലോ എന്നൊരു ചിന്ത കൊണ്ട് മാത്രം വരുമ്പോൾ പ്രതികൂല സാഹചര്യമായിരുന്നു. കാറുണ്ടായിരുന്നില്ല, ഒരു ബൈക്കിൽ അടിച്ചു വന്നാൽ ലേറ്റായിട്ട് വരുന്നു. വസ്ത്രമൊക്കെ നനഞ്ഞു. എന്നാലും ഞാൻ സംതൃപ്തനാണ്. അബ്ദുൽ ഞാൻ പരിചയപ്പെടുന്നത് 1983-ലാണ്. ഏകദേശം 39 ഇയേഴ്സ് ബാക്ക് അബുദാബി. ഞാൻ കോളേജൊക്കെ കഴിഞ്ഞു ജോലി തേടി അബുദാബി പോയതാണ്. അപ്പോഴാണ് നല്ല ചൊങ്കൻ, നല്ല സുമുഖൻ, നല്ല ഹീറോ ആയിട്ടുള്ള ഈ അബ്ദുൽബച്ചനെ ഞാൻ കാണുന്നത്. ഞങ്ങളൊക്കെ ചെറുപ്പം ഈ ഹീറോമാരെ കാണുമ്പോൾ വലിയൊരു ഇതാണ്, ഒരു ഇൻസ്പയറാണ് കാണുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ പടിഞ്ഞാറ് അബ്ദുലച്ച എന്ന് പറയുമ്പോൾ അബ്ദുള്ളയുടെ പേര് പിന്നിലാണ് ച വരുന്നത്. ഇത് പടിഞ്ഞാറച്ച എന്ന് പറയുമ്പോൾ പടിഞ്ഞാറിൻ്റെ ഇച്ചയാണ്. ഈണോ അങ്ങനെയാണ് അദ്ദേഹത്തെ പറഞ്ഞത്. ഞങ്ങൾക്ക് എല്ലാവർക്കും സഹോദരൻ്റെ പരിചയമാണ്. അപ്പോൾ എല്ലാ സഹായ സഹകരണവും ചെയ്തു തരുന്നത്, ജോലി തേടാനുള്ള, ജോലി അന്വേഷിക്കാൻ, അതൊക്കെ എല്ലാം അദ്ദേഹം എല്ലാ പ്രസംഗ വേദികളിലും ആൾ നിറഞ്ഞു നിന്നൊരു കാര്യമാണ്.
നല്ലൊരു എഴുത്തുകാരനായിരുന്നു. സൗഹൃദം എപ്പോഴും കാത്തു സൂക്ഷിച്ചത് നല്ലൊരു വ്യക്തിത്വമായിരുന്നു. പിന്നെ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ എൻ്റെ ആയുഷ്കാലം ഞാൻ ജീവിച്ചു കഴിഞ്ഞു. അത് ശരിയാണ് പറയുന്നത്. അത് അബുദാബിയിലായിരുന്നു ആ ജീവിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ട പരിഗണന കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷെ ഇത്തരം വ്യക്തിത്വങ്ങളെ കണ്ടറിഞ്ഞ് നമ്മൾ ഒപ്പം ചേർന്ന് നിർത്തി വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. സ്വാഭാവികം ജീവിതത്തിൻ്റെ വലിയ ഭാഗം അബുദാബിയിൽ കഴിഞ്ഞ ആൾക്ക് ഈ നാട്ടിലെ രാഷ്ട്രീയം, അതിൻ്റെ കുഴികാല് വെട്ടും, അതിൻ്റെ ചതിവും, അതിൻ്റെ ഈ ഇതൊന്നും അറിയില്ല. വളരെ പ്ലെയിനാണ് ആൾ, വളരെ വിശാല മനസ്സിലൂടെ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആരും നിന്നില്ല നാട്ടിലോ. വേണമെങ്കിൽ അയാൾക്ക് നിഷ്പ്രയാസം വലിയൊരു നേതാവാകാൻ കഴിയുമായിരുന്നു. പ്രസംഗ കലയുണ്ടല്ലോ, എഴുതാൻ അറിയാമല്ലോ, എന്നിട്ട് പോലും അതൊന്നും അയാൾ നിന്നില്ല. ഞാൻ ഈ രണ്ട് വാക്കുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ നിന്ന് സ്റ്റാൻഡാണ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ബൈ. പടിഞ്ഞാഴ്ച സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ കടലായിരുന്നു. ചെറിയ കടലുകൾ, വലിയൊരു കടലായിരുന്നു. ചെറിയ സമയമാണ് പടിഞ്ഞാഴ്ച ഇവിടെ പ്രസംഗിച്ച പലർക്കും കിട്ടിയിട്ടുള്ളത്. പലരും പറഞ്ഞത് 4 വർഷം 5 വർഷമാണ്. ഞാനും അത് തന്നെയാണ്. ഒരു ദിവസം കോപ്പ അജി ചെയ്യുമ്പോൾ തന്നെ പയ്യാർ നായ്മാർ എന്നോട് വാട്സാപ്പിൽ പറഞ്ഞു, സൗഹൃദ ഐക്യവേദി എന്ന് പറയുന്നൊരു കൂട്ടായ്മയുണ്ട്, അശ്വപർദ്ധ ജോയിനാവെന്ന് പറഞ്ഞു. ഇൻഷാല്ലാ നോക്കാം. അതിൻ്റെ ഒരു മീറ്റിംഗ് പ്രിയപ്പെട്ട സലാം കുന്നിൻ്റെ വീട്ടിൽ വിളിച്ച് ഇവിടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയപ്പോഴാണ് ആദ്യത്തെ ഒരു പരിപാടിയിലാണ് പടിഞ്ഞാഴ്ചയെ കാണുന്നതിന് പരിചയപ്പെട്ടത്. അതിനുശേഷം പടിഞ്ഞാഴ്ച ഞങ്ങൾക്ക് എല്ലാമായി ഞങ്ങളെ സൗഹൃദ ഐക്യവേദിയിൽ 20 ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു വേദിയായിരുന്നു. കൂടുക, ഭക്ഷണം കഴിക്കുക, സ്നേഹം ഡിസ്കസ് ചെയ്യുക, പരസ്പരം എന്തെങ്കിലും നമ്മുടെ ഇടയിൽ പോരായ്മകളുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, എന്നൊക്കെയായിരുന്നു ആ ഒരു വേദിയുടെ ഉദ്ദേശം. നേരത്തെ സെലീം പറഞ്ഞതുപോലെ ഫ്രണ്ട് ഓഫ് തെറാപ്പി എന്ന് അദ്ദേഹം പലപ്പോഴും ഗ്രൂപ്പിൽ പറയാറുണ്ടായിരുന്നു. 20 ആളുകളുടെ ഗ്രൂപ്പുകളിൽ പക്ഷേ രാത്രി നോക്കുമ്പോൾ 200-300 വോയിസ് ദിനേന ഉണ്ടാവും. ഇത്രമാത്രം ചർച്ചകളും സംഭാഷണങ്ങളുമാണ് നടക്കുന്നത്. പടിഞ്ഞാഴ്ചയെ കിട്ടിയത് ചെറിയൊരു സമയമാണ്. എനിക്കൊരു അസുഖമില്ലാത്ത ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ സൗഹൃദൈക്യവേദിയിലുള്ള 20 ആളുകൾ എൻ്റെ പേഴ്സണലായി വിളിച്ചു. പടിഞ്ഞാഴ്ച പറഞ്ഞവിടെ വിളിച്ചു. പടിഞ്ഞാഴ്ച സുഖമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അതിന് മെൻഷൻ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു അനിയനെ പോലെ സംസാരിച്ചു, ആൾക്കാർക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ അദ്ദേഹം യുനെസ്കോടൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പഴയ കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ പോയിട്ട് കാണാറുണ്ടായിരുന്നു. കാര്യമായിട്ട് ഡ്രസ്കോഡായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ നല്ല വൃത്തി സൂക്ഷിച്ച ഒരു ഡ്രസ്സിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇസ്തിരി പൊടിയാതെ വസ്ത്രങ്ങളിട്ട് മുമ്പിൽ വരുന്ന പടിഞ്ഞാഴ്ചയായിരുന്നു. അദ്ദേഹത്തെ അനുഭവിക്കാൻ കിട്ടിയത് നമുക്കൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് അബുദാബിയിലുള്ളവർക്കായിരിക്കാനാണ് സാധ്യത. കാരണം ഞാൻ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ 15 വർഷമായിട്ടും എനിക്ക് അദ്ദേഹത്തെ ചെറിയ 4 വർഷം കൊണ്ടാണ് അദ്ദേഹത്തെ കിട്ടിയത്. പക്ഷേ 40 വർഷത്തിൻ്റെ ഒരു പരിചയം പോലെയാണ് പടിഞ്ഞാഴ്ചയും ഞങ്ങളെല്ലാവരുമായിട്ടുണ്ടായത്. കാരണം മരിച്ചപ്പോൾ നേരത്തെ സെലീം പറഞ്ഞതുപോലെ ഞങ്ങളെ ഈ ഒരു അനുശോചന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഒരു വീട്ടിലെ ആളുകൾ നേരത്തെ വീട്ടം പറഞ്ഞതുപോലെ ആ മരണം ഞെട്ടലുളവാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽ ഈ റോഡിലൂടെ നിരത്തിലൂടെ പോകുന്നത് കാണുമ്പോൾ മനസ്സൊക്കെ ചിലപ്പോൾ പിടിയാറുണ്ട്. ഞാൻ മരിച്ചതിന് ശേഷം 3-4 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ 33-ാം നമ്പർ കാറ് ഈ നിരത്തിലൂടെ ഓടുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സുകൊണ്ടിങ്ങനെ എൻ്റെ പടിഞ്ഞാഴ്ച നമ്മളെ പടിഞ്ഞാഴ്ച ഇങ്ങനെ ഓർക്കുകയും ആ സമയത്തൊക്കെ ഓർക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ജീവിതത്തിൽ എല്ലാവിധ നന്മകളും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ ആളുകളുടെ നന്മ എന്ന് പറയുന്നത് അളവുകോൽ, നന്മയുടെ അളവുകോൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന ചർച്ചകളാണ്. ഈ ആളുകൾക്ക് സമയം ഉണ്ടാകിട്ടെന്ന് വന്നതല്ല, പടിഞ്ഞാഴ്ചാളുടെ സ്നേഹം കൊണ്ട് മാത്രം വന്നവരാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് വേണ്ടി നമുക്കൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറിൽ എന്തെങ്കിലും ഒത്താവുകൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അല്ലാഹ് അത് മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പടിഞ്ഞാഴ്ച ഞാൻ ബന്ധപ്പെട്ടത് 4 വർഷം മുമ്പാണ്. കാരണം
നമ്മുടെ ഒരു സൗഹൃദ ഐക്യവേദി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടി ക്ഷണിച്ച് അങ്ങനെ ഞങ്ങളൊരു 5 പേര് കൂടിയിട്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. അതിന് 20 പേര് ഇപ്പോഴും നല്ല സൗഹൃദത്തോട് കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പടിഞ്ഞാർച്ചാനെ പഠിക്കുന്ന കാലം മുതലേ പടിഞ്ഞാർച്ചാനെ നന്നായി അറിയുന്ന ഒരാളാണ്. കാരണം ഒരു ഗ്ലാമർ താരം പോലെയായിരുന്നു, ഒരു ഭയങ്കര സ്റ്റൈലനായിരുന്നു. അന്നേ പടിഞ്ഞാർച്ചാനെ റോൾ മോഡലാക്കിയ കുറേ ആളാക്കാൻ വേണ്ടി ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ സൗഹൃദ ഐക്യവേദി രൂപീകരിക്കുന്ന മുമ്പ് പടിഞ്ഞാർച്ചക്ക് വലിയൊരു സുഹൃത്ത് പോലെയൊന്നും ഉണ്ടായിരുന്നു. അതിൽ കാസർഗോഡ് ഉണ്ടായത് ഒന്ന് പ്രഭാകരനും മൊയ്തീൻ TH, ഖാദർ കോപ്പ, അനിൽ, ഇങ്ങനെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ടായി. അവരെ കൂടിയാണ് ആദ്യകാലം ഞാൻ കണ്ടിരുന്നത്. ഒരു പച്ചയായ നല്ലൊരു മനുഷ്യനായിരുന്നു, സ്നേഹിക്കാൻ വേണ്ടി മാത്രം അറിയുന്ന ഒരു മനുഷ്യൻ. സ്വാർത്ഥത എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ 4 വർഷത്തെ ഇത്രയും അടുത്തൊരു ബന്ധത്തിനുള്ള സമയത്ത് അതുപോലെ ഉപര സൗഹൃദവലയത്തിൽ ഉണ്ടായിരുന്നവരിൽ ജാതിയോ മതമോ അതേപോലെ ഭാഷയോ അങ്ങനെ ഒന്നുമില്ല. കാരണം മരണസമയത്ത് അദ്ദേഹം ഫോൺ ചെയ്തത് പ്രഭാകരനായിരുന്നു. പ്രഭാകരൻ അദ്ദേഹത്തിനെ കാറിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് അദ്ദേഹം മൊയ്തീനും മറ്റവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സൗഹൃദ ഐക്യവേദിയിലെ പ്രിയ സുഹൃത്തായ സലീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അവസാന നിമിഷം അദ്ദേഹം അവസാനമായി ഫോൺ ചെയ്തത് പ്രഭാകരനായിരുന്നു. നല്ലൊരു സുഹൃത്തായിരുന്നു. ആ ഞങ്ങൾക്ക് സൗഹൃദ ഐക്യവേദിക്ക് തീരാ നഷ്ടമാണ് പടിഞ്ഞാറൻ നിന്ന ഒരു മനുഷ്യൻ, ഒരു സുഹൃത്ത്. ആ വിടവ് എപ്പോഴും നികത്താൻ പറ്റാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ പടിഞ്ഞാറ് വന്നിട്ട് ഒരു വെല്ലേട്ടനെ പോലെ ഒരു നമ്മളെ ആ ഒരുമിപ്പിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇതൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. അതുപോലെ പടിഞ്ഞാറത്തേക്ക് ഒരു അനുസ്മരണം ഇവിടെ നടന്നില്ല എന്ന് അറിയുമ്പോൾ സ്കാനിയ ഉമ്മർ പാണനത്തിനെയും നാങ്കി അലിച്ചാനെയും വിളിച്ച് ഇത് ഇവിടെ സംഘടിപ്പിച്ച് എന്നോട് പറഞ്ഞ് നീയും വരണമെന്ന് പറഞ്ഞു. സന്തോഷമുണ്ട്, നന്ദിയുണ്ട് സ്കാനിയക്ക്. ഇനിയും ഇങ്ങനെയുള്ള പരിപാടികൾ നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നത്. അതുപോലെ പടിഞ്ഞാർച്ചക്ക് പഠിച്ചവരുടെ സ്വർഗത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ചെയ്യുന്നു. സ്കാനിയ ബദിര പ്രത്യേകം പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ ഈ ചടങ്ങിന് എത്തിയത്. ഇവിടെ എല്ലാവരും പടിഞ്ഞാർച്ചയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും അദ്ദേഹവുമായുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്കും വളരെ അടുപ്പമുണ്ടായിരുന്ന, സൗഹൃദമുണ്ടായിരുന്ന ഒരു നല്ല ആളായിരുന്നു പടിഞ്ഞാർച്ച. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കേട്ട് തുടങ്ങിയിരുന്നുവെങ്കിലും ഒരു 5-6 വർഷത്തിന് ഇപ്പുറത്താണ് ഞങ്ങൾ മിക്കവാറും കാണുകയും മിണ്ടുകയും ഫേസ്ബുക്കിലൂടെ കമൻറ്റും ലൈക്കും ഒക്കെ ആയിട്ട് അങ്ങനെ സൗഹൃദം കൂട്ടി ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എഴുതിയ ചില പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിരുന്നു. അപ്പോഴെല്ലാം അതിൻ്റെ വിലയിൽ കൂടിയ ഒരു തുക അദ്ദേഹം ചുരുട്ടി എൻ്റെ കയ്യിൽ ഇങ്ങനെ തരും. വലിയ സ്നേഹമുണ്ട്. പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറയും. അപ്പോൾ ഈ ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചു എന്ന വാർത്ത ഫേസ്ബുക്കിലൂടെയാണ് അറിയുന്നത്. അത് തികച്ചും ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത, അങ്ങനെ അതൊരു അവിശ്വസനീയമായൊരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മരണം ആർക്കും എപ്പോഴും എവിടെ വെച്ചും ഉണ്ടാകാമെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇത്തരം ഈ മരണവാർത്തകൾ നമ്മിലുണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് അബ്ബാസ് മുതലപ്പാറ മരിച്ചപ്പോൾ, അതേപോലെ തന്നെ കൊപ്പൽ അബ്ദുള്ളച്ച മരിച്ചപ്പോൾ ഒക്കെ ഞാനിതുപോലെ ഞെട്ടിയിരുന്നു.
കാരണം അത്രയും ഈ നഗര ഹൃദയവുമായിട്ട് ഇഴുകിച്ചേർന്ന വലിയ സുഹൃത്ത് വലയങ്ങളുള്ള ആളുകളായിരുന്നു അവരൊക്കെ. അതുപോലെ തന്നെ ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു പോയ കാസർഗോഡ് MLA ശ്രീ എന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ഈ ഒരു അനുസ്മരണ യോഗം എൻ്റെ കാഴ്ചപ്പാടിൽ ഏകദേശം 14 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ നടത്തുന്നത്. ഒക്ടോബർ 30-നാണ് നമ്മളൊക്കെ പ്രിയങ്കരനായ പടിഞ്ഞാറ് സാർ വിളിക്കുന്ന നമ്മളൊക്കെ അബ്ദുള്ള പടിഞ്ഞാറ് നമ്മൾ വീട്ടിൽ പോയത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിൻ്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ നടത്തേണ്ട ഒരു 10-15 അനുസ്മരണം നടത്തേണ്ട സമയം കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ഓരോ കമൻറ്റുകളും കാര്യങ്ങളും എത്രത്തോളം ആഴത്തിലുണ്ട് എന്ന കാര്യത്തിൽ. കാരണം അദ്ദേഹം ഫേസ്ബുക്കിലാണ് കാസർഗോഡിൻ്റെ കാര്യത്തിൽ കൂടുതൽ അദ്ദേഹം ഇടപെട്ടിരുന്നത്. അതെല്ലാവർക്കും അറിയാം. കാസർഗോഡ് ഞാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം ഏകദേശം 5 വർഷം മുമ്പ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിൽ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആദ്യ ബിസിനസ് അവാർഡ് വെച്ചതിൽ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് കമറുദ്ദീൻ തളങ്കര എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഒരാളെയും കൂടി ഇന്ന് വിളിക്കണം. അപ്പോൾ ഞാൻ ആരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു അബ്ദുള്ള പടിഞ്ഞാറ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, പിന്നെ KMCCയുടെയും അതുപോലെ തന്നെ വലിയൊരു സാംസ്കാരിക മേഖലയുടെ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് നമ്മൾ എന്താണ് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ച് കാണുകയും അദ്ദേഹത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ജസ്റ്റ് അന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അബ്ദുള്ള പടിഞ്ഞാറ് നിങ്ങൾ വരുമ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് സൂട്ടിട്ടിട്ട് വരണമെന്ന് പറഞ്ഞു. കാരണം അതൊരു എല്ലാ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയാണ്, നിങ്ങൾ സൂട്ടിട്ടിട്ട് വരണം. അപ്പോൾ അദ്ദേഹം നമ്മളൊക്കെ നെട്ടിച്ചുകൊണ്ട് ആ ഒരു പരിപാടിക്ക് അദ്ദേഹം നല്ലൊരു സൂട്ടിട്ടിട്ട് നല്ലൊരു കുട്ടപ്പനായിട്ടാണ് അന്ന് ആ ഒരു പരിപാടിക്ക് വന്നത്. നമ്മളൊക്കെ വളരെയേറെ ഒരു ആകർഷിച്ചു. ആ ഒരു ഫോട്ടോ ഞാൻ ഇന്നലെയാണത് ഫേസ്ബുക്കിൽ നിന്ന് തപ്പിയെടുത്തിട്ട്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ. ഈ ഒരു ഫോട്ടോയാണ് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ എന്തൊരു പരിപാടിക്കും അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ 100% ആത്മാർത്ഥതയോടെ വരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് വലിയൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പല പരിപാടിക്കും വിളിക്കുകയും ഏറ്റവും ഒരു അരമണിക്കൂർ മുമ്പ് നമ്മളെ പരിപാടിക്ക് വന്ന് ആ പരിപാടി ഭംഗിയാക്കി പോകുന്ന കാര്യത്തിൽ വളരെയേറെ ഒരു ഇത് കാണിച്ചു. പിന്നെ കൂടുതൽ അദ്ദേഹത്തിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ കാസർഗോഡിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അന്യമതസ്ഥരെടുത്ത് പോയിട്ടൊക്കെ ഫുഡ് കഴിക്കുക, അവിടെ കിച്ചണിൽ ഇരിക്കുക, അവരോട് സംസാരിക്കുക, അവരുമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തുകൂടുക, അതൊക്കെ ഒരു വലിയൊരു സംഭവം പോലെയാണ് കണ്ടത്. ആ കാര്യത്തിൽ അബ്ദുള്ള പടിഞ്ഞാറിൻ്റെ ഒരു പുഷ്പം പോലെയാണ് അദ്ദേഹം അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിന്ന് ഈ വീട്ടിൽ പോയി, എൻ്റെ പെങ്ങളാണിത്, ഇതെൻ്റെ അനുജനാണ്, ഇതെൻ്റെ ഏട്ടനാണ്, ഇതെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ആനന്ദമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വായിക്കുമ്പോഴുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിതത്തിൽ വന്നു പോയുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു അവസരം തന്ന സ്കാനിയ ബദ്രയെ പറ്റി ഈ ഒരു അവസരത്തിൽ പറയില്ലെങ്കിൽ എനിക്ക് ചെറിയൊരു ഇതായിരിക്കും. കാരണം ഇങ്ങനെയുള്ളൊരു വേദിയും ഇങ്ങനെയുള്ളൊരു പരിപാടി നടത്താൻ അദ്ദേഹത്തിന് പറ്റിയതിൽ വലിയൊരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് 1000 നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ഒരു അവസരം തന്ന ഈ ഒരു വേദിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും അതുപോലെ തന്നെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കുമ്പോൾ സ്വർഗം നൽകി അനുഗ്രഹിക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ചെയ്യുന്നു. 5 to 6 years before ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു കല്യാണത്തിന് തളങ്കരയിൽ പോയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത്, അപ്പോൾ വനിതാ സംവരണത്തിൽ നമ്മളൊരു സ്ത്രീ ശക്തിയിൽ കാസർഗോട്ടെ നിറച്ചിട്ട് തമാശയാക്കി. പിന്നെ അതിന് ശേഷം അയാൾ എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹം വെരി ഗുഡ് കോൺടാക്ട്സ്. ഇന്ന് ഈ ഒരു ചാൻസ് എനിക്ക് തന്നത് ഞാൻ സ്കാനിയ ബദ്ര അവർക്ക് നന്ദി പറയുന്നു. അതേമാതിരി ഈ ഗ്രൂപ്പിലെ വിഡോസ് TV, ബാർബി ആൻഡ് അറോമ ദുബായ് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേമാതിരി ഈ അബ്ദുള്ള പടിഞ്ഞാറിൻ്റെ മക്കളിവിടെ വന്നിട്ടുണ്ട്. അതേ നിങ്ങളെ ഫാദറിൻ്റെ അതേ ഫുഡ് സ്റ്റെപ്പിൽ നിങ്ങളും മുന്നോട്ട് നടക്കണമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഉപ്പക്കുള്ള സ്ഥാനം, നിങ്ങൾ കൂട്ടുകാർക്കിടയിലുള്ള ഉപ്പക്കുള്ള സ്ഥാനം എന്താണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. എത്രത്തോളം ഇൻസ്പിറേഷനാണ് ഉപ്പ എല്ലാ കൂട്ടുകാർക്കും ഉള്ളതെന്നുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ
ആ ഒരു പേരിൽ, ഉപ്പാൻ്റെ പേരിൽ എനിക്ക് എല്ലാവരോടും നന്ദി പറയാനുണ്ട്. ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാ ഭാരവാഹികൾക്കും, ഇവിടെ വന്നു ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, മുനീർ സാഹിബ് എന്നെ നൽകിക്കുന്ന മറ്റു വിശിഷ്ട എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക്സ് ലോട്ട്. എൻ്റെ പേര് ഋഷാദ്. അപ്പോൾ എഴുതുന്നത് എല്ലാവർക്കും നന്ദി പറയാനാണ് വന്നത്. നിങ്ങൾ അനുഭവിച്ച ആ ഒരു കാര്യം എനിക്ക് അത്ര അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അസൈനേഴ്സ് പറഞ്ഞാൽ നിങ്ങളെ ഫാമിലിയെ കുറിച്ച് ഇതായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉപ്പൻ്റെ സ്ഥാനം അത് നമ്മൾക്ക് ഒരു കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം കുറവായിരുന്നു. ഞാൻ ചെറിയതാണ് അപ്പോൾ ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഉപ്പ ജീവിച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ലൈഫ് ലോങ് നാളും വരെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊരു ഞങ്ങളൊരു സന്തോഷമാണ് എല്ലാവരും ഇൻസ്പയർ ചെയ്തതും എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ താങ്ക് യു. നമ്മുടെ ഈ പരിപാടി ആദ്യാവസാനം വരെ നിയന്ത്രിച്ച നമ്മുടെ നഗരസഭയുടെ അധ്യക്ഷൻ ശ്രീ PM മുനീർ, അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എന്നെ നിൽക്കുന്നു മറ്റെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു.